ഡിയർ ഫ്രണ്ട്സ്, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സാക്കറിനാണ്. ഇത് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ എന്നറിയപ്പെടുന്നു. ഇതിൻ്റെ സ്ട്രക്ചർ നോക്കാം നമുക്ക്. ഇത് ആക്ച്വലി സൾഫോണിക് ആസിഡ് ഗ്രൂപ്പിൽ പെടുന്ന ഒരു കോമ്പൗണ്ടാണ്. അതിൽ സ്ട്രക്ചറിൽ ഒരു ബെൻസീൻ റിങ്, ദെൻ COOH ആണെങ്കിൽ അത് ബെൻസോയിക് ആസിഡാണ്. CONH2 ആയാൽ അത് ബെൻസമൈഡ് ആവും. ആ NH2-ലെ H-നെ ബെൻസീൻ റിങ്ങിൻ്റെ ഓർത്തോ പൊസിഷനിലുള്ള ഒരു സൾഫണൈൽ ഗ്രൂപ്പ് SO3H ഗ്രൂപ്പ് മോഡിഫൈ ചെയ്ത് ഈ NH-ൽ വന്ന് ബൈൻഡ് ചെയ്യുന്നതാണ്. രണ്ട് സൈക്ലിക് സ്ട്രക്ചറാണ്. ഒന്ന് ഒരു ഹെക്സഗണൽ റിംഗ് ആണ്, ഇതൊരു പെൻറ്റഗണൽ റിംഗ് ആണ്. 5 കോർണേഴ്സ് ആണുള്ളത്. ഇവിടെ കാർബണൈൽ ഗ്രൂപ്പും സൾഫണൈൽ ഗ്രൂപ്പും C ഡബിൾ ബോണ്ടോ S ഡബിൾ ബോണ്ടോ ഡബിൾ ബോണ്ടോ, കാർബണൈൽ ഗ്രൂപ്പും സൾഫണൈൽ ഗ്രൂപ്പും ഇത് ബെൻസീൻ റിങ്ങിൻ്റെ ഓർത്തോ പൊസിഷൻ 1-2 പൊസിഷനിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് ഗ്രൂപ്പും വന്ന് NH ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ഒരു സൈക്ലിക് സ്ട്രക്ചർ ആയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു സൈക്ലിക് ഇമൈഡ് ഓഫ് ഓർത്തോ സൾഫോ ബെൻസോയിക് ആസിഡ്. ഓർത്തോ പൊസിഷനിൽ സൾഫോ ഗ്രൂപ്പുള്ള ബെൻസോയിക് ആസിഡിൻ്റെ സൈക്ലിക് ഇമൈഡാണ്. അപ്പം ഓർത്തോ സൾഫോ ബെൻസോയിക് ഇമൈഡ് എന്ന് വിളിക്കാം നമുക്ക്. അപ്പോൾ ഒന്ന് ഷോർട്ട് എഴുതുവാണെങ്കിൽ OSBI, നമ്മുടെ UPI പിന്നൊക്കെ പോലെ OSBI, ദാറ്റ് ഈസ് ഓർത്തോ സൾഫോ ബെൻസോയിക് ഇമൈഡ്. ഇപ്പോൾ ഇൻ ഇഫക്റ്റ് അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു NH ഗ്രൂപ്പ്. NH group is attached to carbonyl group on one side and sulfonyl group on the other side. So these two groups are attached to the adjacent positions of the benzene ring. This is ortho position. This is ortho to each other. ഇനി നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷനാണ് നോക്കേണ്ടത്. ഇതിൻ്റെ സിംപ്ലസ്റ്റ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ, toluene sulfonyl chloride, starting from toluene sulfonyl chloride. In presence of ammonia, sulfonamide is formed. Cl is replaced by NH2 group. So toluene sulfonamide is formed. That on oxidation with the neutral KMnO4, that is water medium. KMnO4 solution, aqueous solution of KMnO4, that is neutral medium. So neutral medium, it's a powerful oxidizing agent, and there is cyclization takes place. The compound becomes, there is SO2, then NH2, with CH3 changes to carbonyl group. Therefore you get C6H5. Actually this becomes C6H4. ഇവിടെ രണ്ട് ഹൈഡ്രജൻ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ബെൻസീൻ റിങ്ങിൽ രണ്ട് ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്തിട്ട് C ഡബിൾ ബോണ്ടോയും SO2 group attached ചെയ്തിരിക്കുന്നു. That is directly linked to an NH group, forming a cycle here. So this is the method of, there is only one method mentioned here. You can refer to more methods of preparation. ഈ ആൽക്കലൈൻ KMnO4 ആൽക്കലൈൻ മീഡിയത്തിലൊക്കെ ട്രീറ്റ് ചെയ്താൽ നമുക്ക് ഇതും പ്രിപ്പയർ ചെയ്യാം. പക്ഷേ ഒരുപാട് ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ട്സ് അതിനകത്തുണ്ട്. ഞാൻ ഈ സിമ്പിൾ കോമ്പൗണ്ട് മാത്രമേ പറയുന്നുള്ളൂ. ഇവിടെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് ഇപ്പോൾ വളരെ വൈഡായിട്ട് ഗ്ലൂക്കോസ്, ഈ നമ്മുടെ സൂക്രോസിന്, പഞ്ചസാരയ്ക്ക് പകരക്കാരനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം പഞ്ചസാര തന്നെ ഇപ്പം വളരെ അപകടകാരിയാണ്. വൈറ്റ് പോയ്സൺ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും ഈ ഗ്ലൂക്കോസ്, സൂക്രോസ് എന്നൊക്കെ പറയുന്ന നാച്ചുറൽ പ്രോഡക്റ്റ്സ് ആണ്. അപ്പം ശരീരത്തിന് ഈ ഗ്ലൂക്കോസിനെ അധികമായി വന്നാൽ ഗ്ലൈക്കോജനായിട്ട് സ്റ്റോർ ചെയ്യാനുള്ള മെക്കാനിസം ഉണ്ട്. സൂക്രോസ് ഹൈഡ്രലൈസ് ചെയ്ത് ഗ്ലൂക്കോസും ഫ്രക്ടോസും ആവുമെന്ന് പറയുന്നു. അതിലെയും ഈ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കുന്നു. ഫ്രക്ടോസ് അപകടകാരി തന്നെയാണ്. ഈ സാഹചര്യത്തിൽ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഈ സാക്രിൻ പോലെയുള്ള സബ്സ്റ്റൻസ് ഉപയോഗിച്ചാൽ ശരീരത്തിന് അത് അസിമുലേറ്റ് ചെയ്യാൻ കഴിയുമോ എന്നുള്ള കാര്യം ഇനിയും ഒരുപാട് റിസർച്ച് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് സാക്കറിൻ സ്വീറ്റർ ദാൻ സ്വീറ്റ് എന്ന് പറഞ്ഞിട്ട് വിൽക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പ്രോഡക്ട്സിൽ ഇത് മധുരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഈവൻ ഡയബറ്റിക് പേഷ്യൻറ്റിന് പോലും
ഇത് ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട്. ഇത്ര കാര്യങ്ങളെക്കുറിച്ച് ആധികാരികമായിട്ട് ഇവിടെ ഒന്നും പറയുന്നില്ല. നിങ്ങൾക്കിത് സിലബസിൽ ഉൾപ്പെടുത്തിയതുകൊണ്ട് നമ്മളിതിൻ്റെ സ്ട്രക്ചർ പഠിക്കുകയാണ്. അപ്പോൾ നിങ്ങളിത് കൂടുതൽ അന്വേഷിച്ചറിഞ്ഞിട്ട് മാത്രം ഇതിനെ ഉപയോഗിക്കുക. ഇത് അത്രത്തോളം എന്തായാലും ഇത് അത്ര നല്ലതല്ല. പിന്നെ ഇത് ഈ ഓർഗാനിക് ആയതുകൊണ്ട് തന്നെ ഇത് വാട്ടർ സോലുബിൾ അല്ല. പിന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്നത് സോഡിയം സോൾട്ടായിട്ടോ കാൽസ്യം സോൾട്ടായിട്ടോ ഒക്കെയാണ്. അപ്പോൾ സോഡിയം സോൾട്ട് ആകുമ്പോൾ വാട്ടർ സോലുബിൾ ആവും. പിന്നെ സോഡിയം കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ലാത്തവർക്ക് വേണ്ടി കാൽഷ്യം സോൾട്ടായിട്ട് ഉപയോഗിക്കുന്നു പറയുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. ഇവിടെ നമ്മൾ ഇതിൻ്റെ എന്താണ് സാക്കറിൻ, എന്താണ് അതിൻ്റെ കെമിക്കൽ ഫോർമുല, എന്താണ് കെമിക്കൽ സ്ട്രക്ചർ, പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ. ഈ സുക്രോസിനേക്കാൾ ഒരു 500 ഇരട്ടി മധുരമുള്ള ഒരു ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നറാണെന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് ഇത് ഇഷ്ടംപോലെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കലും അത് നമുക്ക് ചിന്തിച്ചാൽ തന്നെ അറിയാം അതൊരിക്കലും ആരോഗ്യത്തിന് നല്ലതല്ല. ഗ്ലൂക്കോസ് തന്നെ അധികമായാൽ അമൃതം എന്നുള്ള കണ്ടീഷൻ നിൽക്കുകയാണെങ്കിൽ പിന്നെ സാക്കറിൻ എങ്ങനെയാണ് സുരക്ഷിതമാവുന്നത്? ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.